അത് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൂടിയായിരുന്നു. എങ്ങനെ വേണം അന്വേഷണം പോകേണ്ടത്, എവിടെ വരെ എത്തണം, ഏത് പോയിന്റ് മുതൽ മുകളിലോട്ട് പോകരുത്, അതായിരുന്നു ആ പ്രസ്താവനയിൽ അടങ്ങിയിരുന്നത്. പക്ഷെ വിജിലൻസിന്റെ റിപ്പോർട്ട് എല്ലാം തകിടം മറിച്ചു. വളരെ കൃത്യമായിട്ട് ബോർഡിന്റെ പങ്ക് അതിൽ രേഖപ്പെടുത്തിയതോടുകൂടി നടപടി എടുക്കാൻ വരാതെ വന്നു. മാത്രമല്ല ED വരുന്നു. ED വന്ന് അന്വേഷിക്കുമ്പോഴേ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്താവുന്ന എന്തെങ്കിലും കണ്ടെത്തിയാലേ പിന്നെ ഈ അന്വേഷിക്കുന്നവരുടെ കാര്യം വെള്ളത്തിലാവും. അതുകൊണ്ട് അവർ കൃത്യമായിട്ട് നടപടിയെടുത്തു. ദേവസ്വം ബോർഡിനെ കൂടെ പ്രതിയാക്കി. അതോ അന്വേഷണം എന്നാൽ ദേവസ്വം ബോർഡ് വരെ വന്നോട്ടെ, അതിനു മുകളിൽ വരാതിരിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ ബോർഡിനെ അന്വേഷണ സംഘത്തിന്റെയും EDയുടെയും മുന്നിലേക്ക് ഇട്ടുകൊടുത്തതുമാണോ? ആ സംശയവും അവിടെയുണ്ട്. ദേവസ്വം ബോർഡിനെ കൂടെ പ്രതിയാക്കിയതോടെ CPM-ഉം CPI-യും ഇതിന് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്.